ടോപ്പിക് ഓർത്തത് ന്യൂ ലൈഫ് ഇൻ ക്രൈസ്റ്റ്. കർത്താവിൽ അങ്ങനെ വിശ്വസിച്ച് വന്നിരിക്കുന്ന ഒരു ദൈവ പൈതലിന് ഉണ്ടായിരിക്കേണ്ടതായ ചില വ്യത്യാസങ്ങൾ അല്ലെ, അതാണ് നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനാധാരമായിട്ട് നമുക്ക് എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 4-ാം അധ്യായം, എഫേസ്യർ ചാപ്റ്റർ 4. എഫേഷ്യൻസ് ചാപ്റ്റർ 4. ആദ്യം നമ്മൾ 1, 2, 3 വാക്യങ്ങളൊന്ന് വായിക്കാം. 1, 2, 3 ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? എഫേഷ്യൻസ് ചാപ്റ്റർ 4, 4-ാം അധ്യായം, എഫേസ്യർ 4-ന്റെ 1, 2, 3. 1, 2, 3. I, therefore, a prisoner for the Lord, urge you to walk in a manner worthy of the calling to which you have been called, with all humility and gentleness, with patience, bearing with one another in love, eager to maintain the unity of the Spirit in the bond of peace. Praise God. Who was that? Laura? Laura? ലോറയാണോ വായിച്ചേ? ഓക്കെ. താങ്ക് യു മോളെ. ഓക്കെ, യു ആർ അറ്റ് ഹോം. ഓക്കെ, ഞാൻ അറിഞ്ഞില്ല അത്. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. കർത്തൃസേവ നിമിത്തം, ഞാൻ മലയാളത്തിൽ വായിക്കാം. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുക. ഓക്കെ, അതിന്റെ ഫർദർ യു ഓൾസോ വാണ്ട് ടു റീഡ് ഫ്രം വേഴ്സ് 17. ആർക്കെങ്കിലും അത് വായിക്കാം. 17 മുതൽ 32 വരെ നമുക്ക് വായിക്കുന്നതാണ്. കാരണം നമ്മുടെ ടോപ്പിക് വിഷയങ്ങൾ അതിനകത്താണ് ഉള്ളത്. 17 എഫേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സസ് 17 to 32. ഒരാൾക്ക് 17 to 24 വായിക്കാം, വേറൊരാൾക്ക് 25 to 32 വായിക്കാം. ഓക്കെ, എനിബഡി? ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതിയിൽ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനിയും നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാനം നിമിത്തം ഹൃദയകാഠിന്യം നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്നകന്ന് മനം തഴമ്പിച്ചു പോയവർ. ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചുവെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ലോ പഠിപ്പാൻ മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായി നീതിയും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുകയും. Okay. Someone else can read from 25 to 32. 25 മുതൽ 32 വരെ. ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കുവേൻ. നാം തമ്മിൽ അവയവമല്ലോ. കോപിച്ചാൽ പാപം ചെയ്യാതിരിക്കുവേൻ. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക അത്രേ വേണ്ടത്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുവേൻ. ദൈവം ഈ ഭാഗത്തെ അനുഗ്രഹിച്ചു നൽകട്ടെ. പ്രിയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. തിരുവചനം അത് ഞങ്ങളുടെ അണ്ണാക്ക് മധുരമുള്ളതാണ്.
എന്നാൽ ഞങ്ങളുടെ ഹൃദയങ്ങളുടെ സന്ധ്യമജ്ജകളെ ഒക്കെ ഒന്ന് തുളച്ചു ചെന്ന് ഞങ്ങളുടെ ഒരു പരിവർത്തനം വരുത്തുവാൻ കർത്താവെ കാരണമായിട്ടുള്ള ഞങ്ങളുടെ വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അടിയങ്ങൾ ഒരുമിച്ച് ഈ വചനം ചിന്തിക്കുന്നത് കർത്താവെ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് വലിയൊരു മുതൽക്കൂട്ടായിരിക്കാൻ ഇടയാക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ വരേണ്ടുന്നതായ വ്യത്യാസങ്ങൾ എന്തെന്ന് പൗലോസ് പരിശുദ്ധാത്മ പൂർണ്ണതനായിട്ട് ഇവിടെ വിവരിച്ചു പറയുന്നത് ഞങ്ങൾ വായിച്ചു കേട്ടല്ലോ. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് തന്നെ അടിയങ്ങളോട് സംസാരിക്കണം. യു ടേക്ക് ഓൾ ഗ്ലോറി ലോർഡ്. ഞങ്ങൾ ഒന്നുമില്ല, കർത്താവിന്റെ വചനത്താൽ ഞങ്ങൾ അതെ പോഷിപ്പിക്കപ്പെടേണ്ടവരാണ്. പലപ്പോഴും ഞങ്ങൾക്ക് അതിന് സാധ്യമല്ലാതെ വരുന്നു. കുറവുകൾ ഞങ്ങളോട് ക്ഷമിക്കണം. ഇന്ന് കേൾക്കുന്ന വചനം ഓരോ വാക്കും കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തിൽ തട്ടുവാനും അത് വലിയൊരു വ്യത്യാസത്തിന് കാരണമായി തീരുവാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവ് എടുക്കണം. കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കുമായിട്ട് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമീൻ. ആമീൻ. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തില് പൗലോസ് എടുത്തു പറയുന്ന ഈ ഞാൻ രണ്ട് ഭാഗം വായിക്കാൻ കാരണം 1 മുതൽ 3 വരെ പിന്നെ 17 മുതൽ 32 വരെയും നാം വായിച്ചല്ലോ. Paul is trying to teach new believers that following Christ means 2 കാര്യമുണ്ട്. കർത്താവിനെ പിൻപറ്റി കർത്താവിന് വേണ്ടി ഒരു പുതിയ വിശ്വാസി ആയിത്തീരുമ്പോൾ he has to walk in unity with others. മറ്റുള്ളവരോട് സ്നേഹത്തിൽ, ഐകമത്യത്തിൽ ഒരുമിച്ച് നടക്കണമെന്ന്. അതാണ് 1 മുതൽ 3 വരെ നാം വായിക്കുന്നത്. കർത്തൃസേവ നിമിത്തം ബദ്ധനായി, ക്രിസ്തുവിന്റെ വേലയാല് ബദ്ധനായിരിക്കുകയാണ്. ഹീസ് ഇൻ ചെയിൻ, കാരാഗ്രഹത്തിൽ കൈവിലങ്ങുകൾ ഇട്ട് അല്ലെ, അങ്ങനെ ഒരു നിലയിലേക്ക് മാറിയിരിക്കുന്ന ഒരു പ്രിസണറായിട്ട് ആയിരിക്കുന്ന ഒരു അവസ്ഥ. ആ അവസ്ഥയിൽ ഇരുന്നു കൊണ്ടാണ് പൗലോസ് എഫേസിലെ വിശ്വാസികളെ ഈ വിവരം അറിയിക്കുന്നത്. എഫേസ്യ സഭ പൗലോസ് സ്ഥാപിച്ചതാണ്. അതങ്ങനെ കോരിന്ത് സഭ സ്ഥാപിച്ചതിന് ശേഷം എഫേസോസിലേക്ക് പോയി. റോമിൽ നിന്ന് കോരിന്തിൽ വന്നപ്പോൾ കോരിന്തിൽ വന്ന ഒരു കപ്പിൾ, അക്വിലാസ് ആൻഡ് പ്രിസ്കില്ല, ആ ഒരു കപ്പിൾ ദൈവം അവരെ നേരത്തെ തന്നെ കോരിന്തിലേക്ക് അയച്ചു. കാരണം റോമാ പട്ടണം, യഹൂദന്മാരായവർ റോമാ പട്ടണം വിട്ടു പോകണമെന്ന് അവിടുത്തെ ചക്രവർത്തി ഒരു ഓർഡർ കൊണ്ടുവന്നപ്പോൾ അവിടെ നിന്ന് യഹൂദരായിരുന്ന, പക്ഷെ അവരവിടെ ജനിച്ചു വളർന്നവരാണ്. നമ്മളിപ്പം ഇന്ത്യക്കാർ അമേരിക്കൻ സിറ്റിസൺ അല്ലെ കനേഡിയൻ സിറ്റിസൺസ് ആയിരിക്കുന്നത് പോലെ അങ്ങനെയുള്ളവരായിരുന്നു അക്വില പ്രിസ്കില്ല ദമ്പതികൾ. എന്നാലും ആ യഹൂദ രക്തം അവരിൽ ഉള്ളത് കൊണ്ട് അവർ നാട് വിട്ടു പോകണമെന്നുള്ളതായ വാണിംഗ് ഈ ചക്രവർത്തി കൊടുക്കാൻ കാരണമായി തീർന്നു. ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ഇതിന്റെ ഒക്കെ പുറകിൽ പല കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് ഓർക്കുമ്പോൾ നാട് കടത്താൻ എത്ര അവിവേകം അല്ലെ, എത്ര അന്യായം എന്നൊക്കെ മനുഷ്യർ വി മേ തിങ്ക് അല്ലേ. വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ് ഇപ്പോൾ. കാനഡയിൽ താമസിക്കുന്ന നിങ്ങളോട് പറയുകയാണ് അവിടെ നിന്ന് വിട്ടു പോകണമെന്ന് പറയുമ്പോൾ അവിടെയുള്ളതായ ഭവനമായി, അവിടെയുള്ളതായ ബേസുകൾ, എല്ലാ അടിസ്ഥാനങ്ങളും കുഞ്ഞുങ്ങളുടെ പഠനങ്ങളായി എന്തെല്ലാം വിട്ടാണ് നമ്മൾ പെട്ടെന്ന് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക്, അതൊരു റെഫ്യൂജിയെ പോലെ തിരിച്ചു വരുന്നത്. കാരണം ഇവിടുത്തെ എല്ലാം വിട്ടിട്ടായിരിക്കും നമ്മൾ അവിടെ പോയി സെറ്റിൽ ആയിരിക്കുന്നത്. ആ ഒരു നിലയിലുള്ളതായ സാഹചര്യമാണ് ആ സമയത്തുണ്ടായത്. അനേക യഹൂദങ്ങൾ തിരിച്ച് ഒരു പക്ഷേ യെരുശലേമിലേക്ക് പോയി കാണും. പക്ഷേ അക്വില പ്രിസ്കില്ല എന്ന് പറയുന്ന കപ്പിൾ, അവരെ ദൈവം അയക്കുന്നത് എവിടേക്കാ? കോരിന്ത് പട്ടണത്തിലേക്കാണ്. കോരിന്ത് ഒരു ഏഷ്യൻ തുറമുഖമായിരുന്നു. അപ്പോൾ ഏഷ്യയിലെ ഒരു ബിസിനസ് സെന്റർ. ഇവര് ബിസിനസ്സുകാരാണ്. ബിസിനസ്സിനോട് കൂടി കർത്താവിനെ സേവിക്കുന്ന, യേശുക്രിസ്തു വിശ്വസിക്കുന്ന യഹൂദന്മാരാണ്. അപ്പോൾ അവരെ ദൈവം ആക്ച്വലി അവർക്ക് ആ പ്രേരണ കൊടുത്തത് എന്തിനാണ്? ആ പർപ്പസ് ഒന്നും അന്നേരം ആർക്കും മനസ്സിലാകത്തില്ല. അവർക്ക് തന്നെ മനസ്സിലായി കാണത്തില്ല എന്തുകൊണ്ട് കോരിന്തിലേക്ക് പോകണം. കോരിന്ത് നല്ല വ്യാപാരം ചെയ്യാൻ, അല്ലെ ബിസിനസ് ചെയ്യുവാൻ കൂടാരപ്പണിക്കാരാണ്, ടെന്റ് മേക്കേഴ്സ് ആണ്. അപ്പോൾ ആ കൂടാരപ്പണിക്ക് അവിടെ വലിയ സാധ്യതകൾ ഉണ്ട് എന്ന് ദൈവം അവർക്ക് തോന്നിപ്പിച്ചു കൊടുത്ത് അവരെ കാര്യങ്ങൾ മനസ്സിലാക്കി അവരെ കോരിന്തിലേക്ക് വിടുകയാണ്. അവരവിടെ വന്നു, താമസിച്ചു, അവരുടെ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അവിടുത്തെ ഒരു പൗരപ്രമാണികളായിട്ട് അവർ മാറിക്കഴിഞ്ഞ ഒരു സമയമാണ്. ഈ സമയം കൊണ്ടൊക്കെ പൗലോസ് ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ച് അവരെയൊക്കെ ജയിലിലിട്ട്
വലിയ യേശു ക്രിസ്തുവിന് എതിരായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയ മനുഷ്യനാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതും ദൈവപൈതലായി തീരുന്നതും. ഓക്കെ, പെട്ടെന്ന് ദമസ്കോസ് പട്ടണത്തിലേക്ക് നാം പോകുമ്പോൾ എന്തിനാ ക്രിസ്ത്യൻസ് ആയവരെ പിടിച്ചു കെട്ടി തടവുകാരാക്കി കൊണ്ടുപോകണം, അവരെ ജയിലിൽ അടയ്ക്കാനുള്ള എല്ലാ അനുവാദവും മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു മനുഷ്യനെയാണ് ദമസ്കോസ് വാതിൽക്കൽ വെച്ച എൻട്രൻസ് റോഡിൽ തന്നെ ദൈവാത്മാവ് ഇടപെടുന്നത്. അപ്പോൾ അവൻ യേശുവിനെ പറ്റിയുള്ള ദർശനം കാണുന്നു, വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. യേശു അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തുകൊണ്ട് പൗലോസെ, ശൗലേ നീ എന്തുകൊണ്ട് എന്നെ ഉപദ്രവിക്കുന്നു? അപ്പോൾ നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിക്കുന്നതും വലിയൊരു വ്യത്യാസം അവന്റെ ജീവിതത്തിൽ വന്ന് അവൻ ഒരു ദൈവപൈതലായി മാറുന്നതും. അപ്പോൾ അവിടെ നിന്ന് അവൻ 2 വർഷത്തേക്ക് നാം വായിക്കുന്നത് അറേബ്യയിലേക്ക് പോയി കർത്താവിന്റെ വചനം അറിയിക്കുക. തിരിച്ചു വന്ന് അവനെ ആരും സ്വീകരിക്കുന്നില്ല, അവനെ ആരും വിശ്വസിക്കുന്നില്ല. കാരണം ഇതുവരെയും അതിക്രമം ചെയ്തുകൊണ്ട് നടന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് ഓവർനൈറ്റ് ഇവൻ മാറുമെന്ന് ഒരു മനുഷ്യർക്കും വിശ്വസിക്കാൻ വയ്യാത്തൊരു സമയമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബർന്നബാസ് അവനെയും കൂട്ടിക്കൊണ്ട്, ബർന്നബാസ് അവന്റെ സാക്ഷ്യം കേട്ടു, അവനോട് കൂടെ അല്പസമയം താമസിച്ചു. അവനൊരു ഒരു മാൻ ഓഫ് കംഫർട്ട്, അല്ലെ, വളരെ ആശ്വസിപ്പിക്കുന്ന ഒരു മനുഷ്യനായിട്ട് ബർന്നബാസ് പെട്ടെന്ന് വന്നു. മറ്റെല്ലാവരും തിരസ്കരിച്ചപ്പോൾ, മറ്റ് യേശുവിന്റെ ശിഷ്യന്മാർ പോലും അവനെ മനസ്സിലാക്കുവാൻ സാധിക്കാതെ ഇരുന്നപ്പോൾ ബർന്നബാസ് പൗലോസിനെയും കൂട്ടി യെരുശലേമിലേക്ക് ചെന്ന് പത്രോസിനെയും യോഹന്നാനെയും അവരെ വേണ്ടപ്പെട്ടവരെ എല്ലാവരെയും കാണുന്നു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല, ഇവന് ചേഞ്ചായി. അപ്പോൾ അവനിൽ വന്നതായ പരിവർത്തനം ബർന്നബാസ് കണ്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവനെപ്പറ്റി യെരുശലേമിൽ ചെന്ന് മറ്റു പിതാക്കന്മാരോട് അവനെപ്പറ്റിയുള്ള സാക്ഷ്യം പറയുവാനിടയായത്. അപ്പോൾ എന്നെയും നിങ്ങളെയും കാണുന്ന ജനം അത് ആ വിധത്തിൽ എടുക്കണം. കാരണം നമ്മളിലൊരു ചേഞ്ച് വന്നിരിക്കുന്നു. ഇവൻ ഇങ്ങനെ അല്ലായിരുന്നു, ഇവൻ ഭയങ്കര ഉപദ്രവകാരിയായിരുന്നു, ഇവൻ അതിക്രമം ചെയ്യുന്നവനായിരുന്നു, മഹാപാപിയായിരുന്നു, കള്ളും കുടിച്ച് മദ്യപാനം ചെയ്ത് നടുറോഡിൽ കിടന്ന് ഉറങ്ങുന്ന മനുഷ്യനായിരുന്നു. എന്തെല്ലാം നമ്മെപ്പറ്റി ഓരോരുത്തരെയും പറ്റി പറയുവാനുണ്ട്, അല്ലെ. ഞാൻ ആരെയും ഒരാളെ 2 പേരെ ഉദ്ദേശിച്ചല്ല പറയുന്നത്. നമ്മളെല്ലാം ആ രീതിയിൽ കള്ളവും പറഞ്ഞ് ഭോഷ്കും പറഞ്ഞ് മറ്റുള്ളവരുമായിട്ട് വഴക്കുമടിച്ച് സ്വന്തം സഹോദരങ്ങളെ പോലും നമ്മൾ മൈൻഡ് ചെയ്യാതെ എല്ലാ അതിക്രമങ്ങളും ചെയ്ത് ജീവിച്ചിരുന്ന നമ്മിലേക്ക് ദൈവാത്മാവ് വന്നപ്പോൾ, ക്രിസ്തുവിനുള്ളവരായി നാം മാറിയപ്പോൾ വലിയൊരു ചേഞ്ച് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാക്ഷ്യം മറ്റുള്ളവർ നമ്മോടൊപ്പം ആയിരിക്കുമ്പോൾ നമ്മോട് ഇടപെടുന്നവർ അത് കണ്ടു മനസ്സിലാക്കി മറ്റുള്ളവരോട് പറയുന്നു, അയ്യോ ആ സാമുവൽ അങ്ങനെ അല്ല, നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല, അവൻ അങ്ങനെ ആയിരുന്നു, നേരത്തെ അങ്ങനെ ആയിരുന്നു, എന്നാൽ ദൈവാത്മാവ് തൊട്ടു, അവന് ചേഞ്ച് വന്നു, അവൻ ഇന്ന് ഒരു ദൈവപൈതലാണ്. നിങ്ങളൊന്ന് ഇടപെട്ട് നോക്ക്, അവനോടൊന്ന് സംസാരിച്ച് നോക്ക്, അവന്റെ ജീവിത രീതി ഒന്ന് നോക്ക്, അവനോടൊപ്പം പോയി 2 ദിവസം അവിടെ ഒന്ന് താമസിക്കുക അവന്റെ വീട്ടില്, അപ്പോഴാ വ്യത്യാസം മനസ്സിലാകും എന്ന് നമ്മെപ്പറ്റിയുള്ളതായ ഒരു സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം മറ്റുള്ളവർക്ക് സാധിക്കണമെന്നുള്ളതാണ് പ്രത്യേകം നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാകുവാൻ ഇടയാകുന്നത്. അപ്പോൾ 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെ നാം നോക്കുമ്പോൾ വാക്കിംഗ് ഇൻ യൂണിറ്റി വിത്ത് അതേഴ്സ്, അതല്ലേ. അപ്പൊ ആദ്യം നാം വായിക്കുന്നു, വാക്ക് വർതി ഓഫ് യുവർ കോളിംഗ്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കണം, സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം, ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കണം. ആരോടെ ഈ പറയുന്നത്? ഈ കോരിന്ത്യ സഭയിൽ അക്വിലാസ് പ്രിസ്കില്ലയോട് ചേർന്ന് ഒരു സഭ ഉണ്ടായി വരുവാൻ കാരണമായി തീർന്നു. അപ്പോൾ പൗലോസ് അവിടേക്ക് വരുന്നു എന്ന് കേട്ടപ്പോൾ പൗലോസ് തിരക്കി, ആരാണ് ഇവിടുത്തെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ആരുണ്ട് എന്ന് പൗലോസ് ഒരു പക്ഷെങ്കിൽ തിരക്കി കാണും. അങ്ങനെയാണ് അക്വിലാസ് പ്രിസ്കില്ലയെ കണ്ടെത്തുവാൻ ഇടയാകുന്നത്. ആരെങ്കിലും പരിചയമുള്ളവർ ആരെങ്കിലും പറഞ്ഞു കാണുന്നുണ്ട്, അവിടെ ഒരു കപ്പിളുണ്ട്, അവർ വളരെ യേശുവിനെ പറ്റി പ്രസംഗിക്കുന്നവരാ, യേശുവിനെ പറ്റി സാക്ഷ്യപ്പെടുത്തുന്നവരാ, അവർ നല്ലൊരു മനുഷ്യരാ, വിശുദ്ധ ജനമാ, വിശുദ്ധ കുടുംബമാ എന്നൊക്കെ ഒരു പക്ഷെങ്കിൽ അവരോട് പൗലോസോട് പറഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ടാണ്, ആ ഒരു സാക്ഷ്യം പൗലോസ് കേട്ടത് കൊണ്ടാണ് ആ കുടുംബത്തിലേക്ക് താൻ കടന്നു വരുന്നത്. അവിടെ വരുമ്പോൾ 2 പേരുടെയും ജോലി ഒന്നാണ്. അവർ 3 പേർ ചേർന്ന് ആ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് നാം കാണുന്നുണ്ട്. പൗലോസ് അവരോട് കൂടി ചേർന്നു 1.5 വർഷം അവിടെ താമസിച്ചു. ആ ഭവനത്തിൽ അവരോടൊപ്പം ഒന്ന് ചിന്തിക്കുക, ഒരു കുടുംബം ഇന്ന് നമ്മള് 1 ദിവസം 2 ദിവസം ഒന്ന് ഗസ്റ്റായിട്ട് വന്നാൽ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാകും, അല്ലേ. ഇത് അനേക നാളുകൾ, അനേക മാസങ്ങൾ ഒരുമിച്ച് താമസിച്ച് കർത്താവിന്റെ വേല ഒരുമിച്ച് ചെയ്ത് കൊരിന്ത്യ പട്ടണത്തിൽ ഒരു സഭ ഉണ്ടായി വന്നു എന്നുള്ളതാണ്.
ഏതാണ്ട് ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ആ സഭയിലെ പ്രിയപ്പെട്ടവരൊക്കെ അപ്പൊല്ലോസ് ഇതിനിടയ്ക്ക് വരുന്നുണ്ട്, എല്ലാവരെയും കാണുന്നുണ്ട്. അനേകർ വന്നു കഴിഞ്ഞപ്പോൾ ആ സഭ അനുഗ്രഹിക്കപ്പെടുന്നു. ആ സഭയെ നയിപ്പാൻ തക്കവണ്ണം ഇന്ന് അവിടെ എൽഡേഴ്സ് അഥവാ ഓവർസിയേഴ്സായി, ബിഷോപ്സായി, ഡീക്കൻസായി, അവർക്കൊക്കെ ആ സഭ നടത്താനുള്ള കഴിവായി എന്ന് കണ്ടപ്പോൾ പൗലോസ് ഇവരെ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട്, ഈ കപ്പിളിനെയും വിളിച്ചുകൊണ്ട് അവിടേക്ക് പോയി. കാരണം പൗലോസ് പറഞ്ഞു, ഞാൻ എഫേസോസ് വഴി ഞാനൊന്ന് പോകാം, അന്ത്യോക്യ വരെ പോകാൻ യാത്ര തിരിക്കുക. അപ്പൊ ഇവരും പറഞ്ഞു, ഞങ്ങളും നിന്നോടൊപ്പം വരിക. കാരണം ആ ഒരു ആത്മീയ പിതാവിനെ വിട്ടുമാറാൻ അവർക്ക് സാധിച്ചല്ലോ. ഒരു പക്ഷെങ്കിൽ പൗലോസിനെ കൂടുതൽ നയിച്ചതും കൂടുതൽ വേദവചനം പഠിപ്പിച്ചതും ഒക്കെ ഈ ഒരു കപ്പിളായിരിക്കണം. എന്നാലും പൗലോസിനോടുള്ള അവരുടെ ആ സ്നേഹം, ആ കടപ്പാട്, ആ പൗലോസ് ആരെന്ന് അവർ തിരിച്ചറിഞ്ഞപ്പോൾ പൗലോസിൽ കൂടെ ദൈവം വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ അത് മറ്റുള്ളവർക്ക് പോലും അത്രയും ഇല്ല. അപ്പോൾ വെളിപ്പാടുകളുടെ ആധിക്യം ഒത്തിരി ഉണ്ടായിരുന്നു നമ്മൾ വായിക്കുന്നത് പൗലോസിനെ പറ്റി. അപ്പോൾ പൗലോസ് ഇതെല്ലാം മനസ്സിലാക്കി ഈ കപ്പിൾ വരുന്നു എന്ന് പറയുമ്പോൾ അവരെയും കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. എഫേസോസ് പട്ടണത്തിൽ ചെന്നു. അവിടെ ചെല്ലുമ്പോൾ എന്തുവാ, മൂർത്തി പൂജകൾ മുഴുവൻ നടക്കുകയാണ്. പേര് പോലും അറിയാത്ത ദൈവങ്ങളെ വിളിച്ച് ആരാധിക്കുന്ന, ആർത്തട്ടഹസിക്കുന്ന വലിയൊരു പട്ടണമാണ്. അവിടെ വളരെ വളരെ ബുദ്ധിമുട്ടായിരുന്നു കർത്താവിന്റെ വചനം അറിയിക്കുവാൻ തക്കവണ്ണം. എന്നാൽ നാം വായിക്കുന്നത് അവിടെ താമസിച്ചുകൊണ്ട് അവരുമായിട്ട് വാദവിവാദം ചെയ്ത് അവിടെയുള്ള സിനഗോഗിൽ പോയി താൻ പ്രസംഗിച്ച് ഇവിടെ വന്ന് അർത്തമീസ് ദേവിയുടെ അവിടെ നിന്നിട്ട് നിങ്ങൾ ആരെന്നറിയാതെ പേരറിയാത്ത ഒരു ദൈവത്തെ വിളിക്കുന്നത് പോലെ ആ ഒരു ദൈവത്തിൽ കൂടെ അങ്ങനെ അവൻ ആ വചനം കൊണ്ടുവന്നിട്ട് അവിടെ ചിലർ വിശ്വസിച്ച് മുൻപോട്ട് വരികയാണ്. വലിയ ബുദ്ധിമുട്ടുള്ള നഗരമായിരുന്നു. അപ്പൊ അവിടെയാണ് എഫേസോസ് സഭ സ്ഥാപിതമായത്. അപ്പോൾ പൗലോസ് അത് സ്ഥാപിച്ചു. കുറച്ചുനാൾ കഴിഞ്ഞിട്ട് അവിടെയും പക്വതയുള്ളതായ ദൈവമക്കൾ സഭയെ നയിച്ചു കൊണ്ടുപോകുവാൻ പ്രാപ്തി ആയി എന്ന് കണ്ടപ്പോൾ വാട്ട് ഡിഡ് ഹി ഡു? ഹി ലെഫ്റ്റ് എഫേസോസ്, വെന്റ് ഫർദർ. പിന്നാണ് ഒരുപാട് സഭകൾ സ്ഥാപിപ്പാൻ ഓരോ സ്ഥലങ്ങളിലേക്ക് മാറി കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരുന്നത്. ഒരു പുതിയ പട്ടണത്തിൽ ചെല്ലുന്നു, അവിടെ ആരെങ്കിലും പരിചയക്കാരെ ഒന്ന് കണ്ട് മുട്ടി അവരുമായിട്ട് ചെറിയൊരു ബൈബിൾ സ്റ്റഡി തുടങ്ങുന്നു. അവരിൽ കൂടെ അയൽവക്കത്തുകാരെ ഒന്ന് വിളിക്കുന്നു, പരിചയമുള്ളവരെ വിളിക്കുന്നു, അല്ലെങ്കിൽ വല്ലാത്ത ജീവിതം നയിക്കുന്നവരെ ഒക്കെ ഒരു മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവർക്കൊരു ചേഞ്ച് വരുമെന്ന് അവരോട് കാണിച്ചു കൊടുത്ത് മറ്റുള്ളവരെ കൊണ്ടുവരുന്നു. അങ്ങനെ ആ വേല അവിടെ എസ്റ്റാബ്ലിഷ് ആകുന്നു, ഒരു സഭ സ്ഥാപിതമാകുന്നു. കുറച്ചുനാൾ കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അവരൊക്കെ കർത്താവിന്റെ വചനം പുതിയ ഒന്നും എഴുതപ്പെട്ട് കിട്ടിയിട്ടില്ല. പൗലോസ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, വെളിപ്പാടുകളാണ് ഇവർക്ക് ദൈവവചനമായിട്ട് അന്നേരം ഉള്ളത്. പിന്നെ പഴയ നിയമമുണ്ട്. അപ്പം പഴയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ നോക്കുമ്പോൾ മശീഹ വരുന്നു, യേശു ക്രിസ്തുവിന്റെ വരവ്, ഇതെല്ലാം അതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ പട്ടണം തോറും അങ്ങനെയാണ് സഭകൾ സ്ഥാപിപ്പാനിടയായത്. എഫേസോസിൽ നിന്ന് കടന്നുപോയി കുറെ കാലം കഴിഞ്ഞപ്പോഴാണ് ഈ എഫേസോസ് സഭ എങ്ങനെയാകണം, വളർന്ന് പന്തലിച്ച് അതിനൊരു പക്ഷെങ്കിൽ ബ്രാഞ്ചുകളായി വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയായി മാറേണ്ട സഭയാണ്. പക്ഷേ ഈ 4-ാം അധ്യായത്തിന്റെ 17 മുതൽ നാം വായിക്കുന്നത് എന്താണ്? ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. ഏതാണ്ട് ചില വർഷങ്ങൾ കഴിഞ്ഞാണ് ഇത് എഴുതുന്നത്. ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ സപ്പോസ് പെരുമ്പാവൂർ സഭ ഞാൻ സ്ഥാപിച്ചതെന്നിരിക്കട്ടെ, ഞാൻ ആ സഭയെ സ്ഥാപിച്ച് ഈ ദൈവജനം ഇവിടെ വളർന്നു വരുന്നു, നല്ല കഴിവുള്ള കൈകളിലേക്ക് ഞാൻ ആ സഭയെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഞാൻ ഇവിടുന്ന് ഒരു പക്ഷെങ്കിൽ അങ്ങ് അമേരിക്കയിലേക്ക് വരുന്നു, അല്ലെ കാനഡയിലേക്ക് വരുന്നു. അവിടെ നിന്ന് ഒരു 2-4 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പെരുമ്പാവൂർ സഭയ്ക്ക് എഴുതുന്ന ഒരു കത്തായിട്ട് നിങ്ങൾ ചിന്തിക്കുക. അതുപോലെ തന്നെയാണ് പൗലോസ് ഈ എഫേസോസ് സഭയ്ക്ക് എഴുതുന്നത്. എന്തോ എഴുതിയത്? നിങ്ങൾ ഇനി ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. ആസ് ദ ജെന്റൈൽസ് വാക്ക് ഇൻ ദെയർ ബ്ലൈൻഡ് ഹാർട്ട്, അന്ധബുദ്ധികളായിട്ട്, ഒന്നും അറിയാത്തവരായിട്ട്, പൊട്ടരെ പോലെ അവർ അന്യജാതി നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അങ്ങനെ എഴുതണമെങ്കിൽ ആരോടെ പറയുന്നത്? വെറും പൊതുജനങ്ങളോടല്ല. എഫേസോസ് സഭയിൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പൗലോസിൽ കൂടെ ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്ന്
ഒരുപക്ഷെ പൗലോസ് സ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ മറ്റുള്ള ദൈവദാസന്മാർ സ്നാനപ്പെടുത്തി അവരെ ദൈവമക്കളാക്കി തീർത്ത് ദൈവസഭയുമായിട്ട് ബന്ധപ്പെട്ട് ദൈവവചനത്തിൽ വളർന്നു വരുന്ന ഒരു ജനതയോടാണ്, ഒരു വിശ്വാസികളോടാണ് പൗലോസ് പറയുന്നത് എന്ത്? ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്, പ്ലീസ്. അവൻ അപേക്ഷിക്കുകയാണ് അവരോട്. അവൻ ആത്മീയ പിതാവ്, ആ സഭ സ്ഥാപിച്ചു പോയ അവന്റെ മക്കൾ, ആത്മീയ മക്കളാണ് അവരൊക്കെ. അവരോട് ഓർഡർ ചെയ്യുവാനുള്ള എല്ലാ അവകാശവും പൗലോസിനുണ്ട്. കൊരിന്ത്യർ ലേഖനത്തിലൊക്കെ എഴുതുമ്പോൾ പറഞ്ഞു, ഞാൻ ഈ വടിയും കൊണ്ട് വരണോ അങ്ങോട്ട് എന്ന് വരെ പൗലോസ് ചോദിക്കുന്നുണ്ട്. കാരണം തന്റെ ആ അധികാരത്തെ കാണിക്കുകയാണ്. കാരണം പിതാവെന്നുള്ള ഭാവത്തിൽ തന്റെ കുഞ്ഞുങ്ങളോട് വടി കൊണ്ട് അടിച്ചായാലും അവരെ ശരിയാക്കണമെന്നുള്ള ചിന്തയിൽ അങ്ങനെ പറയുന്നത്. എന്നാൽ ഇവിടെ പറയുന്നത് ഞാൻ അപേക്ഷിക്കുക, ഐ പ്ലീഡ് വിത്ത് യു. ആകെയാണ് ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത്, പ്ലീസ് ഡോണ്ട് വാക്ക് ആസ് ദ ജെന്റൈൽസ് വാക്ക്. മറ്റുള്ളവർ അന്ധബുദ്ധികളായി അന്ധകാരത്തിൽ അവർ പ്രവർത്തിച്ചു കൂട്ടുന്നത് പോലെ ദൈവമക്കളെ നിങ്ങൾ അത് ചെയ്യരുത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഈ ജനം, എഫേസോസിലുള്ളതായ വിശ്വാസികൾ, അവർ വിശ്വസിച്ച പ്രമാണങ്ങളൊക്കെ വിട്ടുമാറി അവർ അന്ധബുദ്ധികളായിട്ട് ജാതികൾ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിപ്പാൻ തുടങ്ങി എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ എന്നോടും നിങ്ങളോടും ഇന്ന് ദൈവാത്മാവ് ഇടപെടുന്നുവെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മെ അഭിസംബോധന ചെയ്യുന്നത്? അല്ലേ? വ്യർത്ഥബുദ്ധികളായി നിങ്ങൾ നടക്കരുതെന്ന് എന്നോട് പറഞ്ഞാൽ എത്ര ദുഃഖം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകണം. കാരണം ഞാൻ ആ ലൈൻ വിട്ടുമാറി, ആത്മീയ ലൈൻ വിട്ടുമാറി പോയി എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ പഴയ സംസ്കാരത്തിലേക്ക്, പഴയ കൾച്ചറിലേക്ക്, പഴയ രീതിയിലേക്ക്, അവർ നേരത്തെ പിടിച്ചിരുന്നതായ ഒന്നുകിൽ വിഗ്രഹാർപ്പിത സാധനങ്ങൾ തിന്നുന്നതില്, വിഗ്രഹങ്ങളെ പൂജിക്കുന്നതില്, മറ്റുള്ളവരെ അപമാനിക്കുന്നതില്, വിശ്വാസികളെ അപമാനിക്കുന്നതില്, വഴക്കുകള്, പ്രശ്നങ്ങള്, പ്രയാസങ്ങൾ, ഇതൊക്കെ അവിടെ ഉണ്ടായി നമുക്ക് മനസ്സിലാകും. കാരണം നിങ്ങളെ വിളിച്ചിരിക്കുന്ന യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയും പറയുമ്പോൾ എന്താണ്? പോൾ റിമൈൻസ് യു വാക്ക് വർതി ഓഫ് യുവർ കോളിംഗ്. നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? കർത്താവിന്റെ കൃപയാലാണ്. കൃപയാൽ ദാനമായി ലഭിച്ച വിശ്വാസമാണ്, രക്ഷയാണ്. അപ്പോൾ ആ രക്ഷ കൃപയാൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് പോലെ തന്നെ നാം ആ ഒരു സ്വഭാവം, രീതി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണമെന്നുള്ളതാണ് പൗലോസ് അവിടെ ഓർമ്മിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വാക്ക് വർതി ഓഫ് യുവർ കോളിംഗ്. രണ്ടാമത് ഹ്യൂമിലിറ്റി ആൻഡ് ജെന്റിൽനെസ്, അതാണ് ഒന്ന് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ദ യൂണിറ്റി ബിഗിൻസ് വിത്ത് ലോലിനെസ് ഓഫ് ഹാർട്ട്, അല്ലെങ്കിൽ നോട്ട് വിത്ത് പ്രൈഡ്. ജെന്റിൽനെസ് ഈസ് സ്ട്രെങ്ത് അണ്ടർ കൺട്രോൾ. അപ്പോൾ വളരെ ദയോടുകൂടി ഏറ്റവും ഹൃദയത്തെ താത്ത് നമ്രതയുള്ളവരായിട്ട് മറ്റുള്ളവരോട് ഇടപെടണം എന്നുള്ളത് അവന് ഓർപ്പിക്കുകയാണ്. പിന്നെ ബിലീവേഴ്സ് ആർ കോൾഡ് ടു ബെയർ വിത്ത് വൺ അനദേഴ്സ് വീക്ക്നെസ്സസ് ഇൻ ലവ്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ മറ്റുള്ളവർ എന്തെങ്കിലും ഒന്ന് ചെയ്താലും, അവരുടെ ഒരു ബലഹീനതയിൽ അവർ എന്തെങ്കിലും ചെയ്താലും അതിനെ ക്ഷമിച്ച് വിട്ടും അവരോട് പൊറുക്കുവാൻ തക്കവണ്ണമുള്ളതായ ഒരു ആജ്ഞയാണ് അവിടെ കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. പിന്നെ കാണിക്കുന്നുണ്ട് the bond of peace. True unity is not uniformity but harmony through the spirit. അപ്പോൾ ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ഐക്യത കാപ്പാൻ സൂക്ഷിക്കുവീൻ എന്ന് പറയുമ്പോൾ ഈ ദൈവമക്കൾ തമ്മിൽ ഭിന്നിപ്പുണ്ടായിരുന്നു, പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, കൊരിന്ത്യ സഭയിൽ സംഭവിച്ചതുപോലെ തന്നെ. അപ്പോൾ ഈ പ്രയാസങ്ങളൊക്കെ വിട്ടുമാറി, ഈ ഭിന്നത വിട്ടുമാറി, യു ബി ചേഞ്ച്ഡ്. നിങ്ങളെ വിളിച്ച വിളി എന്താണ്? ആ കൃപയാലുള്ള രക്ഷ നൽകി തന്ന് നമ്മെ ദൈവമക്കളായിട്ട് തീരുവാനായിട്ട് കർത്താവ് നമ്മെ വിളിച്ചപ്പോൾ ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി, ദൈവിക സ്വഭാവമുള്ളവരായിട്ട് നാം ദിനംതോറും ജീവിക്കണമെന്ന് ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അത് വിട്ടുമാറി അവർ തമ്മിൽ പ്രശ്നങ്ങളായി, പ്രയാസങ്ങളായി, അതുകൊണ്ടാണല്ലോ തമ്മിൽ നിങ്ങൾ പൊറുക്കണം, തമ്മിൽ സ്നേഹത്തിൽ ജീവിക്കണം, തമ്മിൽ ഐകമത്യം വേണം. കാരണം നിങ്ങൾ എല്ലാവരും ഒരു ഒരേ ശരീരത്തിന്റെ അവയവങ്ങളാണ് എന്ന്, അതായത് ക്രിസ്തുവിന്റെ സഭയുടെ അവയവങ്ങളായിട്ട് നമ്മെ എല്ലാവരെയും ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ആ ഭൂലോക സഭ, ആഗോള സഭ, ദ യൂണിവേഴ്സൽ ചർച്ച്, ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാ ദൈവമക്കളും ചേർന്ന് ഒരു സഭയായി തീർന്നിരിക്കുന്നത് പോലെ നമ്മെ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. ഇവിടെ നാം പെട്ടെന്ന് കടന്നു പോകട്ടെ. 17 മുതൽ നാം വീണ്ടും അതിലേക്ക് നമുക്ക് മടങ്ങി വരാം, 17ലേക്ക്. അപ്പോൾ അങ്ങനെ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ഇനി മുതൽ നമ്മൾ മറ്റുള്ളവരെ പോലെ വ്യർത്ഥബുദ്ധികളായി അന്ധകാരത്തിൽ ജീവിക്കേണ്ടവർ അല്ല എന്നുള്ളതാണ്.
അപ്പോൾ നമ്മിലൊരു വ്യത്യാസം ലോകം കാണണമെന്നുള്ളതാണ്. ഇവിടെ എന്താണ് നമ്മൾ വായിച്ചിരിക്കുന്നത്? അകന്ന് ശുദ്ധിയും പ്രവർത്തിപ്പാൻ നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചുവെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. അപ്പോൾ നിങ്ങളുടെ സ്വഭാവം ക്രിസ്തുവിന് നേരെ വിപരീതമായിട്ട് മാറിപ്പോയി എന്ന് അവരെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ ദൈവം തൃപ്തിപ്പെടുന്നതല്ല, മറ്റു ദൈവമക്കൾ തൃപ്തിപ്പെടുന്നതല്ല. കാരണം നിങ്ങൾ ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്. ഒരു വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ വരണമെന്നുള്ളതാണ്. പിന്നെ അതിന്റെ 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ നിങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുക. ഇൻ ഷോർട്ട്, പുട്ട് ഓഫ് ദി ഓൾഡ് മാൻ ആൻഡ് പുട്ട് ഓൺ എ ന്യൂ മാൻ. അതാണ് ഒറ്റ ഒരു സെന്റൻസ് പറയാം നമുക്കത്. പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുക. പഴയ മനുഷ്യന്റെ പ്രകൃതം എന്തായിരുന്നു? നമുക്ക് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 18 മുതൽ നമ്മൾ വായിക്കുമ്പോൾ ജഡത്തിന്റെ പ്രവൃത്തികളോ, ദുഷ്കാമം, വെറിക്കൂത്ത്, മദ്യപാനം, എന്തെല്ലാം അവിടെ ഒരു വലിയൊരു ലിസ്റ്റ്, 10-15 ഐറ്റത്തിന്റെ ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ദൈവത്തിന് എതിരായിട്ട് സാത്താന്റെ സ്വഭാവങ്ങൾ നമ്മൾ ധരിച്ചു വെച്ചിരുന്നവരാണ്. എന്നാൽ ആ സ്വഭാവം വിട്ടുമാറി, പഴയ മനുഷ്യനെ വിട്ടുമാറി ഒരു പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പുതിയ മനുഷ്യൻ ആരുടെ പ്രതിമയാണ്? കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രതിമയാണ്, യേശുക്രിസ്തുവിന്റെ രൂപമാണ്. അപ്പോൾ യേശുക്രിസ്തു എങ്ങനെ സൗമ്യനായിട്ട് ആ കാര്യങ്ങളെ നേരിട്ടു, ഭൂമിയിൽ കഷ്ടത, പ്രയാസം, രോഗം, ദുഃഖം, എതിർപ്പുകള്, മരണത്തെ വരെ നേരിടേണ്ടി വന്ന സന്ദർഭങ്ങളിലൊക്കെ യേശു എങ്ങനെയാണ് അവരുമായിട്ട് ഇടപെട്ടുകൊണ്ടിരുന്നത് എന്ന് നമുക്കറിയാം. അവന്റെ സ്വഭാവം നമുക്കറിയാം. അപ്പോൾ ആ ക്രിസ്തുവിന്റെ സ്വഭാവം ഞാനും നിങ്ങളും ധരിക്കണം. ആ ക്രിസ്തുവിന്റെ സ്വഭാവം ഞാൻ ധരിക്കുമ്പോൾ, അഥവാ ക്രിസ്തുവിനിൽ ഉള്ളപ്പോൾ, പരിശുദ്ധാത്മാവ് എന്നിൽ വാസം ചെയ്യുമ്പോൾ എന്നിൽ ഉണ്ടാകേണ്ടതായ സ്വഭാവവിശേഷങ്ങൾ എന്തൊക്കെയാ? ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22 മുതൽ നമുക്ക് കാണാം, അല്ലെ? സ്നേഹം, ഗലാത്യ ലേഖനം 5-ന്റെ 22 മുതൽ 9 വരദാനങ്ങൾ അവിടെ പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഒന്ന് വായിച്ചോ അവന. ഗലാത്യർ 5-ന്റെ ഗലാത്യർ 5-ന്റെ 22 മുതൽ. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിജയ. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. അപ്പോൾ ആ പഴയ മനുഷ്യൻ ആയിരുന്ന ആ അന്ധകാരത്തിന്റെ പ്രവർത്തികൾ, ജഡത്തിന്റെ പ്രവൃത്തികൾ എല്ലാം ഉപേക്ഷിച്ച് നമുക്ക് തന്നെ അത് വിട്ടുകളയുവാൻ സാധ്യമല്ല. എന്നാൽ യേശുക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മൾ മാൻസ് ഹാർട്ട് നമ്മുടെ ഹൃദയത്തിൽ കൂടെ നാം കണ്ടതാണല്ലോ. ആ ഒരു നമുക്ക് തന്നെ വിട്ടുമാറാൻ പ്രയാസമാണ്. വാട്ട് വി ഹാവ് ടു ഡു? വി റിസീവ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഇൻ അവർ ഹാർട്ട്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലായിരിക്കുമ്പോൾ സാത്താൻ തന്നെ ഓടിപ്പോകുന്നത്. അപ്പോൾ സാത്താൻ ഓടിപ്പോകുമ്പോൾ സാത്താന്റെ സ്വഭാവങ്ങളും നമ്മിൽ നിന്ന് മാറിപ്പോകണം. ഈ 5-ാം അധ്യായത്തിന് 18 മുതൽ പറയുന്ന എല്ലാ കാര്യങ്ങളും സാത്താന്റെ സ്വഭാവങ്ങൾ, അത് യേശുക്രിസ്തുവിന്റെ സ്വഭാവമല്ല. അപ്പോൾ ഒരു വലിയ ചേഞ്ച്, വലിയ ഒരു വ്യതിയാനം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് കർത്താവ് നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. അതിന് 25-ാം വാക്യം മുതൽ, എഫേസ്യർ 5-ന്റെ 25 മുതൽ എന്തൊക്കെയാ പറയുന്നത്? ഫോഷ്ക് ഉപേക്ഷിച്ച് 5-ന്റെ 25. ആകയാൽ ഫോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പീൻ. നാം തമ്മിൽ അവയവങ്ങളല്ലോ. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. സൂര്യൻ അസ്തമിപ്പോഴും നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കത്ര വേണ്ടത്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തത് ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. എല്ലാ കയ്പും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ.
നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിയുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. എന്ത് വാക്കാണ്, എന്തൊരു ശൈലികളാണ്! ഒരു മനുഷ്യബുദ്ധിയിൽ എഴുതാൻ സാധ്യമല്ലാത്ത വിഷയങ്ങളാണ് പരിശുദ്ധാത്മാവ് അല്ലെ പൗലോസിൽ കൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇന്ന് വരെ ഉണ്ടായിരുന്നത് അന്ധകാര ബുദ്ധിയിൽ, ഫെർട്ടൈൽ തിങ്കിങ്, ദ ഡാർക്ക് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, അതിൽ നിന്ന് നേരെ വിപരീതമായിട്ട് ബീങ് റിന്യൂഡ് ഇൻ ക്രൈസ്റ്റ് അല്ലെ, ഒരു റിന്യൂഡ് മൈൻഡ്, പുതുക്കപ്പെട്ട ഒരു ആത്മാവ്, യേശു ക്രിസ്തുവിൽ പുതുക്കപ്പെട്ട ഒരു ആത്മാവ്. അപ്പോൾ അന്ധകാര സ്വഭാവം മാറി ഫെർട്ടൈൽ തിങ്കിങ്, വ്യർത്ഥ ബുദ്ധികളായി ചിന്തിച്ചു കൊണ്ടിരുന്ന ആ വിചാരങ്ങളൊക്കെ മാറ്റി കർത്താവിന്റെ ആത്മാവിനാൽ പുതുക്കം പ്രാപിച്ച ദൈവമക്കളായി നാം തീർന്നു. അടുത്ത നാം കാണുന്നത് ഹാർഡ് ഹേർട്സ് സെൻഷ്വൽ ലിവിങ്. അത് വളരെ ഹൃദയകാഠിന്യത്തിൽ ജീവിച്ച നമ്മിലേക്ക് സത്യം കടന്നു വന്നു, നമ്മെ പരിശുദ്ധരാക്കി തീർത്തു, നീതിമാന്മാരാക്കി തീർത്തു. അപ്പോൾ എത്ര വ്യത്യാസം എൻ്റെ പഴയ ജീവിതത്തിൽ നിന്ന് പുതിയ ജീവിതത്തിലേക്ക് ഉണ്ടായി എന്നുള്ളതാണ്. മൂന്നാമത് ഞാൻ ഒന്ന് ഓടിച്ച് പറയുന്നുള്ളൂ, കാരണം ഒത്തിരി സമയം നമുക്കില്ലല്ലോ. അതുകൊണ്ട് മൂന്നാമത് പറയുന്ന പോഷ്ക് പറയരുത്, സത്യം. അപ്പോൾ ലൈയിങ് ആൻഡ് ഡിസീറ്റ് അല്ലേ, മറ്റുള്ളവരെ ചതിക്കാൻ തക്കവണ്ണം, മറ്റുള്ളവരെ വീഴ്ത്തിക്കളയുവാൻ തക്കവണ്ണം കള്ളങ്ങളും ചതികളും ഭോഷ്കും ഉപയോഗിച്ച് ജീവിച്ചിരുന്ന ഞാനും നിങ്ങളും ലോകപ്രകാരം നോക്കുമ്പോൾ പലപ്പോഴും നാം ചിന്തിക്കും അത് ചെയ്യണമല്ലോ, എങ്കിലേ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധ്യമാകുകയുള്ളല്ലോ എന്ന്. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ലീവ് ദോസ് ലൈയിങ് ആൻഡ് ഡിസീറ്റ്, ആ വഞ്ചനകള്, ആ കള്ളത്തരങ്ങള്, ഭോഷ്ക് എല്ലാം വിട്ടുകളഞ്ഞ് സ്റ്റാർട്ട് സ്പീക്കിംഗ് ട്രൂത്ത് ഇൻ ലവ്, സ്നേഹത്തിൽ സത്യം സംസാരിക്കുക എന്നുള്ളതാണ്. എന്തും വന്നോളട്ടെ, എന്ത് ഛേദവും വരട്ടെ, എൻ്റെ ജീവൻ കൊടുക്കേണ്ടി വന്നാലും കഴുത്ത് കണ്ടിക്കേണ്ടി വന്നു കഴിഞ്ഞാലും ഞാൻ പറയുന്നത് സത്യമായിട്ട് തന്നെ പറയുമെന്നുള്ള ഒരു ഉറച്ച തീരുമാനം ആ പുതുക്കപ്പെട്ട ജീവിതത്തിന്റെ ഒരു അടയാളമായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം പ്രത്യേകം സാധിക്കുന്നുണ്ട്. പിന്നെ നാം കാണുന്നത് കോപിക്കരുത്. കോപിച്ചാൽ അത് സൂര്യൻ അസ്തമിക്കുവോളും അതിനോടകം അത് തീർത്ത് കളയണമെന്നുള്ളതാണ്. കാരണം ആ കോപത്തിൽ കിടന്നുറങ്ങിയാൽ ശരിക്കും ഉറക്കം വരത്തില്ല, സ്ട്രെസ് ആയിരിക്കും, ടെൻഷൻ ആയിരിക്കും. അത് നമുക്ക് ക്യാൻസർ വരുവാൻ, BP വരുവാൻ അല്ലെ, എല്ലാം കാരണമായി തീരുന്ന ആ സ്ട്രെസ് ആണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളത് ഒന്നും സൂര്യൻ അസ്തമിക്കുവോളം അത് കഴിഞ്ഞാൽ പിന്നെ അത് വെച്ചേക്കരുതെന്ന്, അതായത് അന്ന് തന്നെ അതിനെ ഉപേക്ഷിച്ച് ക്ഷമ ചോദിച്ച് നമ്മൾ നിരപ്പ് പ്രാപിച്ച് മുൻപോട്ട് പോകണമെന്നുള്ളതാണ്. അപ്പോൾ സിൻഫുൾ ആങ്കർ, ബിറ്റർനെസ്, ആ ദേഷ്യം, കയ്പ് എല്ലാം വിട്ടുകളഞ്ഞിട്ട് എന്താ വേണ്ടി അവിടെ കൺട്രോൾഡ് എമോഷൻസ്, വികാരത്തെ അടക്കുവാനുള്ള കൃപ, അല്ലെങ്കിൽ ക്വിക്ക് റിക്കൺസൈലേഷൻ, മറ്റുള്ളവരുമായിട്ട് എത്രയും പെട്ടെന്ന് നിരപ്പ് പ്രാപിപ്പാനുള്ളതായ ആ കൃപ ക്രിസ്തു നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് പ്രാവർത്തികമാക്കണമെന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നമുക്കത് സാധ്യമല്ല. മാനുഷികമായി ചിന്തിക്കുമ്പോൾ നമ്മോട് പക കാണിക്കുന്നവരോട് നമ്മൾ പകയായിട്ട് ഇടപെടുന്നു അല്ലേ, നമ്മെ ദുഷിക്കുന്നവരെ നാമും ദുഷിച്ചു പറയുവാൻ ശ്രമിക്കുന്നു, നമ്മെ വീഴ്ത്തുവാൻ അല്ലെ നമ്മെ ഏതെങ്കിലും വിധത്തിൽ ചതിക്കുവാൻ ശ്രമിക്കുന്നവരോട് നമ്മളും വെച്ചു പെരുമാറുന്ന അല്ലെ, മലയാളത്തിൽ പറഞ്ഞ വെച്ചു പെരുമാറുന്ന രീതി പലപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകാറുണ്ട്. എന്നാൽ അത് പാടില്ല എന്നുള്ളതാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. വി ഹാവ് ടു കൺട്രോൾ അവർ ഇമോഷൻസ് അല്ലെ, വികാരങ്ങളെ അടക്കി. ആ ദേഷ്യം വരുന്നത്, ആ കോപം വരുന്നത് നമുക്ക് അറിയാം. കോപം കൊണ്ട് ചിലപ്പോൾ നമ്മൾ ഒരു കുഞ്ഞിനെ ചിലപ്പോൾ അടിക്കേണ്ടി വന്നിരിക്കാം അല്ലെ, ദേഷ്യപ്പെട്ടിരിക്കാം, അതൊക്കെ ഉണ്ടാകാം. പക്ഷേ അതൊരു പാപത്തിനിടയാക്കരുത് എന്നുള്ളതാണ്. പാപം ചെയ്യുവാൻ ഒരു ഭാര്യയോട് കോപിക്കാം, എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ദേഷ്യപ്പെടാം. ഭാര്യയ്ക്ക് ഭർത്താവിനോട് കോപിക്കാം, എന്തെങ്കിലും അവൻ തെറ്റായിട്ട് ചെയ്തു കാണിച്ചാൽ ദേഷ്യപ്പെടാം. എന്നാൽ ആ ദേഷ്യത്തിൽ കാരണത്തിന് 2 അടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് പാപമായിട്ട് മാറി അല്ലേ. അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ നേരെ വിപരീതമായിട്ട് എന്തെങ്കിലും ചെയ്താൽ, അത് വെച്ചിരുത്തി പ്രയോഗം ചെയ്താൽ അത് പാപമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. പിന്നെ നാം കാണുന്നത് മോഷ്ടിക്കരുത് അല്ലെ. ഇതെല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ആ അധ്യായം പൂർണ്ണമായിട്ടൊന്ന് വായിക്കുക. പിന്നെ നിങ്ങൾ മോഷ്ടിക്കരുത്. എന്നാൽ എന്ത് ചെയ്യണം? നിങ്ങൾ ജോലി ചെയ്യണം, അധ്വാനിക്കണം. അതുകൊണ്ട് ആ അധ്വാനത്തിന്റെ ഫലം മറ്റുള്ള സാധുക്കളായവർക്കും ആഹാരത്തിന് ഉപയോഗപ്പെടുവാൻ തക്കവണ്ണം കാരണമായി തീരണം. അപ്പോൾ ഇതുവരെ നമ്മൾ എന്തെല്ലാം മോഷ്ടിച്ചല്ലേ നമ്മുടെ ജീവിതത്തിൽ. എനിക്ക് പണ്ടൊന്നും ഇത് വായിച്ചാൽ മനസ്സിലാകത്തില്ലായിരുന്നു. എന്നാൽ 1994 ഹവായ് ഐലൻഡ്സിൽ ഹഗായ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു സെമിനാർ ഉണ്ട്. ഹവായ് ഐലൻഡിലാണത്. അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് ആണ് അത്. കടലിന് നടുക്കൊരു ദ്വീപാണല്ലോ. അപ്പോൾ ഈ ഹവായിലേക്ക് ഞാൻ 1994 പോയതാണ്. അപ്പോൾ ഈ സെമിനാർ സമയത്ത് ഒരു മാസത്തെ പ്രോഗ്രാമാണ്. അഡ്വാൻസ്ഡ് ലീഡർഷിപ്പ് സെമിനാർ ആയിരുന്നു. ആ സെമിനാറിൽ ഒരു ദൈവദാസൻ
എൻ്റെ അടുക്കൽ വന്ന് എന്നോട് ചോദിച്ചു, ഈ വാക്യത്തിന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടോ? മോഷ്ടിക്കാറുണ്ട്. അവനേ എന്ത് സാറേ മോഷ്ടിക്കും? അയ്യോ, ഞാൻ ദൈവവൈതലാണ്, ഞാൻ ദൈവദാസനാ, മോഷ്ടിക്കത്തില്ല. ഓഫീസിലെ എൻവലപ്പ് ഉപയോഗിച്ചിട്ടുണ്ടോ? ഓഫീസിൽ ഉപയോഗിക്കാൻ കമ്പനി തന്നിരിക്കുന്ന അല്ലെങ്കിൽ എയർഫോഴ്സ് തന്നിരിക്കുന്ന എൻവലപ്പ് ഏതെങ്കിലും എടുത്ത് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് നമ്മുടെ ലെറ്റർ ഇട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പലപ്പോഴും ഉണ്ട്, ചെയ്തിട്ടുണ്ട്. നമ്മളത് ചിന്തിക്കത്തില്ല. കാരണം അന്നാണ് സത്യം പറഞ്ഞാൽ എനിക്കത് മനസ്സിലായത് കാര്യം. അന്ന് വരെ എന്തെല്ലാം നമ്മൾ ഓഫീസിലെ പേപ്പർ എടുത്ത് ഉപയോഗിക്കുന്നു, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി, അതൊക്കെ മിസ്അപ്രോപ്രിയേഷൻ ആണെന്നുള്ളതാണ്. അപ്പോൾ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കാം. എല്ലാത്തിനും ദൈവാത്മാവ് ഇടപെടുമ്പോൾ നമ്മൾ അരുതാത്തതൊന്നും ചെയ്യത്തില്ല. നമുക്ക് ദൈവം ശമ്പളം തരുന്നു, പുറത്തു പോയ ഒരു എൻവലപ്പ് മേടിച്ച് നമുക്ക് നമ്മുടെ ലെറ്റർ പോസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓഫീസിൽ നമുക്ക് ഓഫീസിന്റെ ഉപയോഗത്തിന് വേണ്ടി നമ്മെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ കാര്യവിചാരകന്മാരാണ്, സ്റ്റുവാർഡ്സ് ആണ്, അല്ലേ? അപ്പോൾ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വസ്തത പുലർത്തണമെന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമുക്ക് സാധിക്കാതെ വരും, പ്രശ്നങ്ങൾ ഒത്തിരി നമ്മൾ നേരിടുന്ന ഇഷ്യൂസ് നമുക്കറിയാതെ. എന്നാൽ അതിനെയും ചെറുത്ത് മുൻപോട്ട് പോകുവാനുള്ള കൃപ നമ്മൾ പതുക്കെ പതുക്കെ പ്രാപിക്കണം എന്നുള്ളതാണ്. നമ്മൾ ട്രെയിൻ ആകണം. നമ്മൾ അത് ഒരു ദിവസം കൊണ്ട് മാറി വരത്തില്ല. എന്നാൽ നമുക്ക് പതുക്കെ പതുക്കെ നമുക്ക് മാറ്റിയെടുക്കുവാൻ തക്കവണ്ണം തീർച്ചയായിട്ടും സാധിക്കുമെന്നുള്ളത് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നതാണ്. പിന്നെന്തായിരുന്നു? അപ്പോൾ സ്റ്റീലിംഗ്, ഡോണ്ട് സ്റ്റീൽ യുവേഴ്സെൽഫ്, ഒന്നും മോഷ്ടിക്കരുത്, ആരുടെയും ഒരു വക, അല്ലേ? ഇപ്പൊ അങ്ങോട്ട് പോകുന്നു, വഴിയിൽ കാണുന്നു, 10 രൂപ താഴെ വീണ് കിടക്കുന്നു, നമ്മുടെ അടുത്ത് പോക്കറ്റ് വെച്ചാൽ കൊണ്ടുപോകും, അല്ലേ? കാരണം ഇത് നമുക്ക് വേണ്ടി ആരോ ഉപേക്ഷിച്ചു, അല്ലെ ദൈവം നമുക്ക് തന്നതാ, എനിക്ക് 10 രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു, ദൈവം തന്നെ കണ്ടില്ലോ ഡ്രോപ്പ് ചെയ്ത് തന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ല അത് പറയും. ഞാൻ എയർഫോഴ്സിലായിരുന്ന എയർഫോഴ്സ് വിട്ടിട്ട് ഞങ്ങൾ കാൺപൂരിൽ സെറ്റിലായി കഴിഞ്ഞ് ഞാൻ ഒരു കടയിൽ സാധനം വാങ്ങിക്കാൻ പോയി. ആ സാധനം കാണാൻ ഭയങ്കര ലൂട്ട് ചെയ്യുന്ന കടയാണ്, ഭയങ്കര കോസ്റ്റ്ലി ആണ് മറ്റുള്ള കടകളെക്കാളൊക്കെ. പിന്നെ എമർജൻസിക്ക് അടുത്ത കടയായതുകൊണ്ട് പെട്ടെന്ന് പോയി എന്തെങ്കിലും വാങ്ങിക്കേണ്ടി വരും. എനിക്ക് തന്നെ അറിയാം, എല്ലാവർക്കും അറിയാം, അവന് ഒരുപാട് ചാർജ് എക്സ്ട്രാ പൈസ എടുക്കുന്നതാണ്. ഒരു ദിവസം ചെന്നു, അതാണ് ഞാൻ കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, കണക്ക് കൂട്ടി 10 രൂപ അവൻ കുറച്ചാണ് എടുത്തത്. വെറും 10 രൂപ. ഒരുപാട് കാലം മുൻപായത്, മേ ബി 1984-85 കാര്യമാണ്. അന്ന് 10 രൂപ ഭയങ്കര വിലയാണ്. അപ്പം വലിയൊരു കണക്കൊക്കെ കൂട്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന് കണക്ക് കൂട്ട് തെറ്റിപ്പോയി. ഒരു 10 രൂപ കുറച്ചായിരുന്നു. 10 രൂപ എനിക്ക് കൂടി തിരിച്ചു തന്നു. അപ്പൊ ഞാനത് ഇച്ചിരി കൂടെ മാറിയപ്പോ എനിക്ക് മനസ്സിലായി, എടാ ഇവന് കളിപ്പീര് പറ്റി, ഇവന് തെറ്റ് പറ്റി, 10 രൂപ എനിക്ക് കൂടുതൽ തന്നിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ ഞാൻ അനങ്ങിയില്ല കേട്ടോ, ഞാൻ അനങ്ങിയില്ല, തിരിച്ചു പോയുമില്ല. കാരണം ഈ ഹഗായിൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോകുന്നതിന് മുമ്പായത് കേട്ടോ. അപ്പോൾ ഈ 10 രൂപ ഞാൻ ഓർത്തേ, അതിൽ ഇവൻ എൻ്റെ നിന്ന് ഒരുപാട് പിഴിഞ്ഞെടുക്കുന്നില്ലേ പൈസ. അപ്പൊ ആ 10 രൂപ എനിക്ക് ദൈവം എനിക്ക് തിരിച്ചു തെളിയിപ്പിച്ചത് അവനിൽ നിന്ന് എന്നൊക്കെ ഞാൻ എൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിച്ച, അന്ന് ദൈവമായിട്ടല്ല, മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെ ആശ്വസിപ്പിച്ചത്. അത് കഴിഞ്ഞ് അന്ന് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വൈകിട്ട് ആരെയോ പിക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ സ്കൂട്ടറിൽ പോയി. സ്കൂട്ടറല്ല, മോട്ടോർ സൈക്കിൾ, ബുള്ളറ്റായിരുന്നു അന്ന്. ബുള്ളറ്റിൽ പോയി. പ്രിയ ദൈവജനമേ, റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് ഒരു 3 കിലോമീറ്റർ മുൻപ് വെച്ച് ഈ മോട്ടോർ സൈക്കിൾ ഓഫായിപ്പോയി, നിന്നുപോയി. ഒരിക്കലും നിൽക്കുന്നതല്ല മോട്ടോർ സൈക്കിൾ, അതങ്ങ് നിന്നുപോയി. 1 കിലോമീറ്റർ, ആ ഹെവി ബുള്ളറ്റ് അറിയാൻ എന്ത് വെയിറ്റ് ആണെന്ന്, 1 കിലോമീറ്റർ ആ ബുള്ളറ്റ് ഞാൻ തള്ളേണ്ടി വന്നു. തള്ളി ഒരു മെക്കാനിക്കിന് അടുക്ക കൊണ്ടുപോയി. അവനതെല്ലാം അഴിച്ച് സ്റ്റേഷനിൽ പിക്ക് ചെയ്യേണ്ടവനെ പിക്ക് ചെയ്യാൻ സാധിച്ചില്ല. ഈ ഇതിന് 100 രൂപ അവൻ ചാർജ് ചെയ്തു. അന്നത്തെ റേറ്റാ, വലിയ ചാർജ് 100 രൂപ. അത് റിപ്പയർ ചെയ്ത് എല്ലാം മാറ്റി ശരിയാക്കി സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് രാത്രി ഏതാണ്ട് 8 മണിയായി. വരണ്ടവനൊക്കെ വന്നു പോയി, ആരെ കാണാനൊന്നും പറ്റിയില്ല. 10 രൂപ അന്ന് പെട്ടെന്ന് ഹൃദയത്തിൽ തട്ടി. 10 രൂപയ്ക്ക് അതിന്റെ 10 ഇരട്ടി എന്നെ കൊണ്ട്, 10 ഇരട്ടി മാത്രമല്ല, കഷ്ടതയും പ്രയാസവും ഇൻകൺവീനിയൻസും എല്ലാം അനുഭവിക്കാനിടയായി. അത് ജീവിതത്തിലെ വലിയ പാഠങ്ങളായിരുന്നു. കൊച്ചു കൊച്ചു കാര്യങ്ങളാണെന്ന് പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിലെ വലിയ പാഠങ്ങൾ. സോ ഹൗ വി നീഡ് ടു ബി ഫെയ്ത്ത്ഫുൾ ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ദൈവമക്കളായിരിക്കുന്ന നാം മറ്റുള്ള ലോകത്തിന്റെ മധ്യത്തിൽ നാം ജീവിക്കുമ്പോൾ വലിയ വ്യത്യാസം കാണുന്നത്. അവസാനത്തേക്ക് വരുമ്പോൾ അതിന്റെ ലാസ്റ്റ് 2 വാക്ക് ദൈവമക്കൾക്ക് വലിയ പ്രചോദനം നൽകുന്നതാണ്, അല്ലേ? കറപ്റ്റ് ടോക്ക്, അല്ലേ? എന്തൊക്കെ അവിടെ എഴുതിയിരിക്കുന്നത്? നല്ല വാക്കല്ലാത്തത്, ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. സൗമ്യതയോടുകൂടി, സ്നേഹത്തോടുകൂടി,
തമ്മിൽ സംസാരിക്കുക, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, മക്കളും മാതാപിതാക്കളും തമ്മിൽ, അല്ലേ, ഈ കുടുംബവും മറ്റേ കുടുംബവും തമ്മിൽ, ദൈവമക്കൾ തമ്മിൽ, പുറം ലോകത്തുള്ളവരുമായിട്ട്, അത് ഏത് മേഖലകളിൽ നാം ഇടപെടുന്നുവോ, നമ്മോടൊപ്പം ജോലി ചെയ്യുന്നവർ, നമ്മോടൊപ്പം പഠിക്കുന്നവർ, നമ്മോടൊപ്പം യാത്ര ചെയ്യുന്നവർ, ഒരു 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 ട്രെയിനിൽ തന്നെ യാത്ര ചെയ്യുമ്പോൾ എന്തെല്ലാം ഇൻകൺവീനിയൻസസ്, അൺഈസിനെസ്. ഒരാൾ പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വന്ന് അണച്ചു പിടിച്ചായിരിക്കും ഇങ്ങോട്ട് കയറി വരുന്ന, റിസർവേഷൻ കാണത്തില്ല, ഓടി വന്ന് നമ്മുടെ സീറ്റിന്റെ അറ്റത്തോട്ടൊന്ന് ഇരിക്കും. നമുക്കെന്തൊരു ഇറിറ്റേഷൻ, നമുക്കെന്തൊരു ദേഷ്യം കാണും. നമ്മൾ ബുക്ക് ചെയ്ത് പൈസയും കൊടുത്ത് നമ്മുടെ കംഫർട്ടിന് വേണ്ടി വെച്ചിരിക്കുകയായിരിക്കും. പക്ഷേ ആ ഒരു മനുഷ്യന്റെ വിഷമം അന്നേരം നമുക്ക് അറിയുവാൻ സാധിക്കത്തില്ല. ചിലപ്പോൾ നമ്മളങ്ങ് വാശിയിൽ എന്തെങ്കിലും പറഞ്ഞു പോകുന്നു. എല്ലാം ദൈവാത്മാവെ ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തുവിലായ ഒരു ദൈവ പൈതലിന് നമ്മുടെ എല്ലാ ഇടപാടിലും വ്യത്യാസം വരണമെന്നുള്ളതാണ്. നമ്മുടെയോടുകൂടി ഒന്ന് പുഞ്ചരിച്ചുകൊണ്ട്, സാരമില്ല, ഒത്തിരി അണച്ചൽ, ഓടിപ്പിടിച്ചങ്ങോട്ട് ട്രെയിൻ ചാടി കയറി വന്നതായിരിക്കും, അല്പസമയം ഇരിക്കുക, വെള്ളം വേണോ, നമ്മൾ ഒന്ന് ഇടപെട്ട് നോക്കിക്കേ, എന്തോ ഒരു വ്യത്യാസം. നമ്മുടെ ഇടപെടൽ കൊണ്ട് തന്നെ അവർ നമ്മിൽ കൂടെ യേശു ക്രിസ്തുവിനെ കണ്ടെത്താൻ ഇടയാകും. അവർ ചോദിക്കും, മറ്റാരും ഇങ്ങനെ ഇടപെടത്തില്ല, മറ്റെല്ലാവരും ദേഷ്യപ്പെടും, നിനക്കെന്താ ഈ സ്വഭാവത്തിന് വ്യത്യാസം? അപ്പൊ നമുക്ക് പറയുവാൻ സാധിക്കും, കാരണം ഞാൻ ഒരു യേശുവിന്റെ പൈതലാണ്, ഞാൻ ബൈബിളാ വായിക്കുന്നത്. ആ ബൈബിളില് ശത്രുവിനെ സ്നേഹിപ്പാൻ തക്കവണ്ണം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. 1 മൈൽ നടക്കാൻ പറഞ്ഞാൽ 2 മൈൽ നടക്കാൻ ഞാൻ സന്നദ്ധനാണ്. തണുത്ത വെള്ളം എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് കൊടുത്ത് ആ ചൂടിൽ ബുദ്ധിമുട്ടുന്ന ഒരു ഭിക്ഷക്കാരന് ആ ഫ്രിഡ്ജിൽ നിന്ന് ഒരു കുപ്പി തണുത്ത വെള്ളം എടുത്തു കൊടുക്കാനാണ് കർത്താവ് എന്നോട് പറഞ്ഞേക്കുന്നത്. കാരണം ഒരു ഗ്ലാസ് തണ്ണീരെങ്കിലും കൊടുത്താൽ, തണുത്ത വെള്ളമെങ്കിലും കൊടുത്താൽ പ്രതിഫലം കിട്ടാതെ പോവുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതൊക്കെ ആ കൈപ്പായ സ്വഭാവങ്ങൾ, നമ്മുടെ രീതികൾ, നമ്മുടെ വാക്കുകൾ ഒക്കെ വിട്ടുമാറി നമുക്ക് ദൈവാത്മാവിൽ അവരോട് ഇടപെടുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. അപ്പോൾ നല്ല വാക്ക് പറയുവാൻ തക്കവണ്ണം പഠിക്കുക. അവസാനം 31, 32 വരുമ്പോൾ, എല്ലാ കയ്പും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിയും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കും. ദൈവാത്മാവിന്ന് നമ്മോട് ഇടപെട്ടിട്ട് നാം കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, പ്രിയ ദൈവജനമേ, ക്രിസ്തുവിലായ ഒരു ദൈവ പൈതലിന് വലിയൊരു വ്യത്യാസം ലോകം കാണണം, മറ്റുള്ളവർ കാണണം, നമ്മോട് കൂടെ ഉള്ളവർ അറിയണം, നമ്മുടെ സഹോദരങ്ങൾ അറിയണം, നമ്മുടെ മാതാപിതാക്കൾ അറിയണം, നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അറിയണം, കുഞ്ഞുങ്ങൾ അറിയണം, എൻ്റെ മാതാവിനും പിതാവിനും ഉള്ള വ്യത്യാസമുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് വരും ദിവസങ്ങളിൽ ക്രിസ്തുവിന്റെ സാക്ഷ്യം കെട്ടിപ്പടുക്കുവാൻ തക്കവണ്ണം കാരണമായി തീരുമെന്നുള്ളതാണ്. ഞാൻ അന്ന് പറഞ്ഞു ഓർക്കുന്ന ആ പട്ടിയുടെ കാര്യം. ഒരുവൻ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അവന്റെ നായ് പോലും ഓർക്കുന്ന കഥ, അവന്റെ വീട്ടിലെ വളർത്തുപട്ടിക്ക് പോലും ആ കാര്യം മനസ്സിലാകും. കാരണം ഇന്നലെ വരെ വന്ന് കള്ളിന്റെ മൂച്ചിൽ തൊഴിച്ചു വളർത്തിയിരുന്ന ആ പട്ടി ഇന്ന് വരുമ്പോൾ ആ പട്ടിയെ സ്നേഹത്തോടെ അതിന്റെ തലയിലൊന്ന് തലോടി ആ പട്ടിയെ എടുത്ത് ഒന്ന് ഉമ്മ വെക്കുന്നു, അല്ലെ ആ പട്ടിയെ ഒന്ന് സ്നേഹത്തോടെ ഒന്ന് അവനോട് ഇടപെടുന്നു. ആ പട്ടി തന്നെ ഓർക്കും, ഇന്ന് എൻ്റെ യജമാൻ എന്ത് പറ്റി, എന്താ ഈ വ്യത്യാസം, എന്ന് എനിക്ക് തൊഴിൽ തരുന്നതാ വരുമ്പോ, അല്ലേ, എന്നാ ഇന്നൊരു വ്യത്യാസം. അത് ജനം അറിയണം, മറ്റുള്ളവർ അറിയണം. നമ്മുടെ വളർത്തു മൃഗങ്ങൾ പോലും ആ സ്നേഹം നമ്മിൽ നിന്ന് അറിയണം, നമുക്ക് വന്ന വ്യത്യാസം അറിയണം. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിലേക്ക് ദൈവം നമ്മെ നയിക്കട്ടെ. വരുന്ന ദിവസങ്ങളിൽ എവിടെയായിരുന്നാലും വിശ്വസ്തരായി, പോസ്റ്റ് പറയാതെ, മോഷ്ടിക്കാതെ, അല്ലേ, നമ്മളിപ്പോ എല്ലാം പോയി എവിടെയെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോയി മോഷ്ടിച്ച് കൊണ്ടുവരുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. കൊച്ചു കാര്യങ്ങളിൽ പോലും, ഈവൻ ദൈവത്തിന്റെ സമയം പോലും, നമുക്ക് 24 മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്നതിന്റെ ഒരു തുക പഴയ നിയമപ്രകാരം 10-1 ദൈവത്തിനുള്ളതാണെന്നാണ് ദശാംശം. ഇപ്പം ദശാംശമല്ല, അതിൽ കൂടുതൽ. ഫിലിപ്പ് സഭയൊക്കെ നമുക്ക് മാതൃക കാണിക്കുന്നത് കർത്താവിന്റെ വേലയ്ക്ക് ആവശ്യമായി എത്രമാത്രം കൊടുക്കാമോ. കാരണം 100% നമ്മുടേതല്ല, 100% ദൈവത്തിൻ്റെതാണ്. നമുക്ക് ലഭിക്കുന്ന ശമ്പളമായാലും, നമുക്ക് ലഭിക്കുന്ന ഇൻകം ആയാലും, നമുക്കുള്ള പ്രോപ്പർട്ടി ആയാലും, ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണല്ലോ. അപ്പോൾ നമുക്ക് 100% ദൈവത്തിന്റെ സ്വന്തമാണ്. അതിൽ നിന്ന് നാം എത്ര എടുക്കുന്നു എന്നുള്ളതാണ്, മനസ്സിലായില്ല. അപ്പോൾ അത് ദൈവം നമുക്ക് പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കാം. അപ്പോൾ നാം എത്ര എടുക്കുന്നു? ഇപ്പം 10-1 ദൈവത്തിന് കടപ്പെട്ടത്, അതിൽ കൂടുതൽ ദൈവത്തിന് എത്രമാത്രം. ദൈവത്തിന് നമ്മുടെ പണത്തിനൊന്നും ആവശ്യമില്ല, ലോകം മുഴുവൻ അവൻ്റെതാണ്. എന്നാൽ നമ്മെ വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്ന കാര്യം നാം എങ്ങനെ വിശ്വാസത്തോടു കൂടി ചെയ്യുന്നു എന്നുള്ളതാണ് ദൈവം നമ്മൾ നോക്കുന്നത്. വിചാരകന്മാരായിട്ട് ആക്കിയിരിക്കുന്നു. നാം എങ്ങനെ അത് ചെലവഴിക്കുന്നു, ദൈവത്തിന്റെ മഹത്വം അതിൽ കൂടെ വരുവാൻ കാരണമാകുന്നുണ്ടോ? അതോ എനിക്ക് ലഭിക്കുന്ന 100% ഞാൻ എൻ്റെ ഭവനത്തിന് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എൻ്റെ പിക്നിക്കിന് വേണ്ടി, എൻ്റെ കപ്പൽ യാത്രയ്ക്ക് വേണ്ടി, ടൂർ പോകാൻ, അല്ല, എന്തെല്ലാം നമുക്കുണ്ട് സാധ്യതകൾ.
ഇതിന് മാത്രമാണോ ഉപയോഗിക്കുന്നത് നാം, അതോ കർത്താവിന്റെ വേലയ്ക്ക്, കർത്താവിന്റെ വയൽപ്രദേശത്ത് അധ്വാനിക്കുന്നവർക്ക് വേണ്ടി ഒക്കെ നാം ചെയ്യുന്നുണ്ടോ എന്നുള്ള കർത്താവ് നമ്മെ നോക്കുകയാണ്. അപ്പോൾ കർത്താവിന് വേണ്ടി ചിലവായി പോകുവാൻ തക്കവണ്ണം നാം പഠിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മോഷ്ടിക്കുന്ന കാര്യത്തില് ഈവൻ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന 24 മണിക്കൂറിൽ അതിന്റെ 10 നമ്മൾ പഴയ നിയമപ്രകാരമുള്ള 10 കൊടുത്താൽ പോലും ഏതാണ്ട് 2.5 മണിക്കൂർ നമ്മൾ കർത്താവിന് വേണ്ടി മാറ്റിവെക്കണം, അല്ലേ? അപ്പോൾ നമ്മൾ ആ 2.5 മണിക്കൂർ കർത്താവിന്റെ വചനം വായിക്കാനും പഠിക്കുവാനും കർത്താവിനെ പറ്റി മറ്റുള്ളവരോ പറയുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെയുള്ള സമയമായിട്ട് നമുക്ക് ഉപയോഗിക്കുവാൻ തക്കവണ്ണം സാധിക്കും. 2.5 മണിക്കൂറല്ല, അതിൽ കൂടുതൽ നിയമം അനുസരിച്ച് നമുക്ക് അതിൽ കൂടുതൽ നമ്മൾ ചെലവഴിക്കേണ്ടതാണ്. അപ്പോൾ അതില്ലാതെ വരുമ്പോൾ നാം മോഷ്ടാക്കളായി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവം നമ്മെ സഹായിക്കട്ടെ. കേട്ട വചനം വരും ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിനൊക്കെ ഒരു വ്യതിയാനം വരുവാൻ തക്കവണ്ണം ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ നമ്മുടെ സന്ദേശം നമുക്ക് അവസാനിപ്പിക്കാം.